വെൽക്കം ബാക്ക് ടു നച്ചുമാസ് വേൾഡ്. നച്ചുമാസ് വേൾഡിന്റെ എല്ലാ വ്യൂവേഴ്സിനും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. വാവച്ചേരി ഹായ് പറ, ഒരു ഹായ് പറ. ഹായ് ഹായ്. സുഖാണോ ചോദിച്ചു? എല്ലാവർക്കും സുഖാണോ ചോദിച്ചു? തലയാട്ടിയ പോലെ ചോദിക്കണം. ആഴ്ച കളിക്കാനുള്ള ഒരു മൂഡിലെ ഗിത്താറും ഒക്കെ ആയിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. ആ ഒരു ദിവസത്തിൻ്റെ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യൽ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അവനെ ഡെലിവറി ആയിട്ട് അവിടെ നിൽക്കുമ്പോഴായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ചേട്ടായി വൈകുന്നേരം വന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ചേട്ടായുടെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്. അന്ന് തന്നെ രാവിലെ അമ്മയും ചിറ്റയൊക്കെ വന്നിട്ട് ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വെഡിങ് ആനിവേഴ്സറി നമ്മൾ ഇവിടെയാണ് ഇവിടെ ആഘോഷിക്കുന്ന ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണിത്. അപ്പം വലിയ ആഘോഷം കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. കാരണം ചേട്ടായിക്ക് ഇന്ന് ലീവ് ഉണ്ടായിരുന്നില്ല. ചേട്ടായിക്ക് ഇന്ന് പോകണമായിരുന്നു. അപ്പം നമ്മൾ അല്ലെങ്കിൽ തന്നെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ വലിയ ആഘോഷം വേണ്ടാന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് കേക്കൊന്നും നമ്മൾ വാങ്ങിയില്ല. അപ്പം എല്ലാവരും ഞായറാഴ്ച ഉണ്ടല്ലോ വീട്ടിൽ, അപ്പോൾ എന്തായാലും നമുക്കൊരു കേക്കൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 14 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേയുടെ അന്ന് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാം അടുത്തടുത്തായതുകൊണ്ട് ഒരുപാട് കേക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് അത് നമ്മൾ മാറ്റി വെച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പം ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടാ എനിക്ക് കിടിലൻ സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഗിഫ്റ്റ് ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ചേട്ടാ എന്തെങ്കിലും ഒരു സർപ്രൈസ് തരും അല്ലെങ്കിൽ ഗിഫ്റ്റ് തരും എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഈ ഒരു സർപ്രൈസ് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ചേട്ടായി ഗിഫ്റ്റ് ചെയ്തത് ഫോണാണ്. എനിക്ക് ഫോണില്ലാണ്ടിരുന്ന, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫോണില്ലായിരുന്നു, ഫോണില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ പലതുണ്ടെന്ന്. അപ്പോൾ ചേട്ടാ ഇന്ന് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് ഒരു ഫോണായിരുന്നു. ഓപ്പോൻ്റെ A16K. അതാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഫോൺ. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ഫോണൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനേക്കാളും മുന്നേ പറയാൻ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞോട്ടെ. അപ്പം ആ ഫോണ് വാങ്ങിക്കുന്ന ആദ്യം ബർത്ത്ഡേയുടെ അന്ന് ചേട്ടൻ ഒരു പ്ലാൻ ചെയ്തു എനിക്കെന്തോ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്നത് നടന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ വെറുതെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് പൈസ കളയണേ, നമ്മളിപ്പം വളരെ ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയം, അതുകൊണ്ട് നമുക്ക് ഇപ്പം ഗിഫ്റ്റൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അത് വിട്ടിരുന്നു. അപ്പം ഈ ഒരു വെഡിങ് ആനിവേഴ്സറി വലിയ ആഘോഷം വേണ്ട എന്നുള്ള രീതിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ തലേന്ന് തിരുവല്ല വരെ പോയിട്ടുണ്ടായിരുന്നു. തിരുവല്ലയിൽ പോയപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ഞാൻ ചേട്ടായി ബാബ അമ്മയും കൂടെ ഞങ്ങൾ തിരുവല്ലയിൽ അമ്മ വീട്ടിൽ പോയതാണ്. പോയിട്ട് വരണ സമയത്ത് ഒരു ഭാവവ്യത്യാസം ഒന്നും തന്നെ കണ്ടില്ല. അന്ന് വൈകിട്ട് ഇവിടെ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടി കൊണ്ടൊന്ന് വർക്ക്ഷോപ്പിൽ കൊടുക്കണം, അതുകൊണ്ട് കൊണ്ടു ചെല്ലാൻ പറഞ്ഞ് വിളിച്ചു. ഞാനത് കൊടുത്തിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. ഞാൻ ശരി, വണ്ടിയുടെ കാര്യം എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു, വണ്ടിക്ക് എന്തോ പണിയൊക്കെ ചെയ്യാനുണ്ട്, പുതിയ വണ്ടി വന്നതിന് എന്തോ ഷോറൂമിൽ നിന്ന് ഇറക്കിയതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അത് വിശ്വസിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ ശരിയെന്ന് പറഞ്ഞ് ഇരുന്നു. അന്ന് പോയിട്ട് വന്നു. അപ്പോഴും ഒന്നും മുഖത്തൊന്നും ഒരു ഭാവവ്യത്യാസം അല്ലെങ്കിൽ ഒരു സർപ്രൈസ് തരാൻ പോകുന്നതിൻ്റെ ആ ഒരു പ്രതിനിധിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണും ഭയങ്കര സ്ലോ ആണ്. മറ്റേ ഫോൺ കാണിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു ഫോണിലാണ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഒരു കണ്ടിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. ഹായ് എന്നേക്ക് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എങ്ങനെ ഉണ്ടെന്ന് ഇതാണ് ഫോൺ.
ടൈപ്പാണ് ഫോൺ. സിംഗിൾ ക്യാമാണ്, ടോർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, സെൽഫി ക്യാം, ഫിംഗർ അല്ല, തീരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ ഓൾറെഡി ഫോൺ ഒന്ന് ജസ്റ്റ് എടുത്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാവയുടെ ഫോട്ടോസൊക്കെ വാൾപേപ്പറിലാക്കിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ പുതിയ ഫോൺ. എൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു ചെറിയ ക്ലിപ്പിങ്സും കൂടെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പിൻ ചെയ്യുന്നുണ്ട്. കാരണം ആ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് തരാം. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും മുമ്പോട്ടുള്ള ജീവിതത്തിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ വാവയ്ക്കും വാവ ആ ഒരു ബോക്സിൽ പിടിച്ചുകൊണ്ടിരിക്കുക. വാവയും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം നല്ലൊരു ലൈഫ് ഞങ്ങൾക്ക് ഉണ്ടാവാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചിലരെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കുറച്ച് പേര്, എൻ്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നിനക്ക് ഇത്ര ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആണ്, കുറച്ചാൾ കഴിയുമ്പോൾ ഇതൊക്കെ മാറും, അല്ലെങ്കിൽ അടുത്ത വർഷം ഇതൊക്കെ കാണണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടെ ഞാൻ ഈ ഒരു സംഭവം കാണിച്ചു തരികയാണ് കേട്ടോ. എൻ്റെ പുതിയ ഫോൺ ഇതെൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പം പ്രത്യേകിച്ച് എൻ്റെ മഞ്ജു ചേച്ചി എന്നെ ഒത്തിരി കളിയാക്കിയിട്ടുണ്ട്. മഞ്ജു ചേച്ചിക്കും കൂടെ വേണ്ടിയിട്ടുള്ളൊരു റിപ്ലൈ ആണ് എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ചാനൽ ഫസ്റ്റ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാതെ വരെ ടാറ്റാ.